ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2017 പുനർപരീക്ഷാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 30, 50 ആൻഡ് 60 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം 30, 50, 60 സെന്റിമീറ്റർ വീതമായ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ ഏതൊക്കെയാണ്? 30, 50, 60. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്, അഥവാ പരപ്പളവ്. ഇവിടെ 4ാമത്തെ പോയിന്റിൽ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിൽ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2ാമത്തെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ പകുതിയാണ്. എ ബി സി എന്നത് ഈ 3 സൈഡുകളാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇനി ഈ ഇക്വേഷനിലുള്ള ഓരോ ലെറ്റേഴ്സ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എഴുതാം. എ ബി സി നമ്മൾ പറഞ്ഞു 3 സൈഡുകളാണ്. എ 30 സെന്റിമീറ്റർ, ബി 50 സെന്റിമീറ്റർ, സി 60 സെന്റിമീറ്റർ. ഇനി എസ് എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ അഥവാ ചുറ്റളവിന്റെ പകുതിയാണ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 30 പ്ലസ് 50 പ്ലസ് 60 ആണ്. അതായത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഇനി 30 പ്ലസ് 50 പ്ലസ് 60 ഹരിക്കണം 2. 30 പ്ലസ് 50 പ്ലസ് 60 എത്രയാണ്? 140 ഹരിക്കണം 2. 140ന്റെ പകുതി 70 സെന്റിമീറ്റർ. അതായത് എസ് എത്രയാണ്? 70 സെന്റിമീറ്റർ ആണ്. ഇനി ഇപ്പൊ നമുക്ക് എസും കിട്ടി, എ ബി സി എന്നിവയും കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് എന്താണ്? 70 ഇൻറ്റു എസ് മൈനസ് എ, അതായത് 70 മൈനസ് 30 ഇൻറ്റു എസ് മൈനസ് ബി 70 മൈനസ് 50 ഇൻറ്റു എസ് മൈനസ് സി 70 മൈനസ് 60 ഈക്വൽ ടു റൂട്ട് ഓഫ് 70 ഇൻറ്റു 70ൽ നിന്ന് 30 പോയാൽ എത്രയാണ്? 40 ഇൻറ്റു 70ൽ നിന്ന് 50 പോയാൽ എത്രയാണ്? 20 ഇൻറ്റു 70ൽ നിന്ന് 60 പോയാൽ എത്രയാണ്? 10 ഈക്വൽ ടു റൂട്ട് ഓഫ് 70 ഇൻറ്റു 40 ഇൻറ്റു 20 ഇൻറ്റു 10 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം? 7 ഇൻറ്റു 4 എത്രയാണ്? 28. 28 ഇൻറ്റു 2 56. 56 ഇൻറ്റു 1 56 തന്നെ. അപ്പൊ ആദ്യം 56 എന്ന് എഴുതുന്നു. അതിനുശേഷം ഇവിടെ എത്ര പൂജ്യങ്ങളുണ്ട്? 1, 2, 3, 4. 4 പൂജ്യം ഇട്ട് കൊടുക്കുന്നു. അതായത് ഉത്തരം എന്താണ്? റൂട്ട് ഓഫ് 5,60,000. റൂട്ട് ഓഫ് 5,60,60,000 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇൻ ദ ഫിഗർ എ സി ഇസ് ദ ടാൻജന്റ് ടു ദ സർക്കിൾ വിത്ത് സെന്റർ O ആൻഡ് സി ബി ഇസ് ദ പെർപെൻഡിക്കുലർ ഫ്രം സി ടു ഒ എ. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ആർ, പ്രൂവ് ദാറ്റ് ഒ എ ഇൻറ്റു ഒ ബി ഈക്വൽ ടു ആർ സ്ക്വയർ. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ തൊടുവരയാണ് എ സി. കൂടാതെ സിയിൽ നിന്ന് ഒയിലേക്കുള്ള ലംബമാണ് സി ബി. വൃത്തത്തിന്റെ ആരം ആർ ആയാൽ ഒ എ ഇൻറ്റു ഒ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് തെളിയിക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ? 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് 2 ആംഗിൾസുകൾ, അതായത് 2 ത്രികോണത്തിന്റെ ഉള്ളിലെ 2 ആംഗിൾസുകൾ സിമിലർ ആവണം. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്. അപ്പോൾ ഈ പ്രൂഫും നമ്മൾ കോൺഗ്രുവൻസി ഓഫ് ട്രയാങ്കിൾ ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒയിൽ നിന്ന് സിയിലേക്ക്, ഇപ്പൊ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഈ പിക്ചറിൽ. ആകെ എ ബി സി എന്നൊരു ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഒ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്.
അപ്പൊ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമായിരിക്കും. അതിനെ ആർ എന്നാണ് സൂചിപ്പിക്കുക എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ആർ. വൃത്തത്തിന്റെ ആരം ആറാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ട്രയാങ്കിൾസ് കാണാം. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രയാങ്കിൾ എ ബി സി, രണ്ടാമത്തത് ട്രയാങ്കിൾ ഒ ബി സി, അതുപോലെ മൂന്നാമതൊരു ട്രയാങ്കിൾ കൂടെ ഉണ്ട് ഒ സി എ, അതായത് ഈ മുഴുവൻ ട്രയാങ്കിൾ. അങ്ങനെ 3 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സി, രണ്ടാമത്തെ ട്രയാങ്കിൾ ട്രയാങ്കിൾ ഒ ബി സി, മൂന്നാമത്തെ ട്രയാങ്കിൾ ട്രയാങ്കിൾ ഒ സി എ. ഇങ്ങനെ 3 ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ ഏതോ 2 ട്രയാങ്കിൾസ് തമ്മിൽ കോൺഗ്രുവന്റ് ആണ്, അതായത് 2 ആംഗിൾസ്, ആ 2 ട്രയാങ്കിളിന്റെ 2 കോണുകൾ വീതം എന്താണ്? തുല്യമാണ്. ആ ട്രയാങ്കിൾസുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ എ ബി സി നോക്കണം. അതിൽ ബി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ഒ ബി സി നോക്കുമ്പോൾ അതിന്റെയും ബി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ ഒ ബി സിയുടെയും 2 ആംഗിൾസ് തുല്യമാണ്. അത് ഏതൊക്കെയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ എ ബി സിയിലെ എയും സിയും നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അറിയില്ല, 2 ആംഗിൾസും നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ ബി സിയുടെ 2 ആംഗിൾസുകൾ ഏതൊക്കെയാ? ഒയും സിയും. ഇതിൽ ഒയും എയും അല്ലെങ്കിൽ ഒയും സിയും ഒന്നും എന്തല്ല? സിമിലിയർ അല്ല, അല്ലെങ്കിൽ തുല്യമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഒ ബി സിയും കോൺഗ്രുവന്റ് ആവില്ല. കാരണം അതിലെ ഓരോ ആംഗിൾസ് മാത്രമേ തുല്യമായിട്ടുള്ളൂ. അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ എ ബി സിയും ഒ സി എയും നോക്കിയാൽ ഇതുപോലെ തന്നെയാണ്. എ ബി സിയിലെ ബി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഒ സി എയിലെ സി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഡിയസും ടാൻജൻസും മീറ്റ് ചെയ്യുന്ന ആംഗിൾ അഥവാ കോൺ എന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ സി എയുടെ സി എന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ എ ബി സിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ഒ സി എയിലും ഓരോ ആംഗിൾസ് തുല്യമാണ്, പക്ഷെ 2 ആംഗിൾസുകൾ തുല്യമല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ട്രയാങ്കിൾ എ ബി സിയോട് ട്രയാങ്കിൾ ഒ ബി സിയോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഒ സി എയോ കോൺഗ്രുവന്റ് അല്ല. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഒ സി എയും തുല്യമാണോ അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ഒ ബി സി, അതുപോലെ ട്രയാങ്കിൾ ഒ സി എ. ഓക്കെ, ഈ ട്രയാങ്കിൾ ഒ ബി സിയിൽ നമുക്കറിയാം ബി എന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ഒ സി എയിൽ സി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ട്രയാങ്കിൾ ഒ ബി സി, ട്രയാങ്കിൾ ഒ ബി സിയിൽ ആംഗിൾ ബി എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ഒ സി എയില് ഏത് ആംഗിളാണ് 90 ഡിഗ്രി ആംഗിൾ? സി 90 ഡിഗ്രിയാണ്. ഇനി ഇതിൽ സി ഒ എ എന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ, ഓക്കെ, ആംഗിൾ സി ഒ എ എന്നത് നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇത് എക്സ് ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ട്രയാങ്കിൾ ഒ സി എയിലെ ഈ ട്രയാങ്കിളിന്റെ ആംഗിളായ ഒ എത്രയാണ്? എക്സ് ഡിഗ്രിയാണ്. ഇനി ട്രയാങ്കിൾ ഒ ബി സി എടുത്തു കഴിഞ്ഞാലും ആംഗിൾ ഒ എത്ര തന്നെയാണ്? എക്സ് ഡിഗ്രി തന്നെയാണ്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സി ഒ ബി എത്ര തന്നെയാണ്? എക്സ് ഡിഗ്രി തന്നെയാണ്. കാരണം ഇവ രണ്ടും എന്താണ്? ഒരേ കോണാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. 2 ആംഗിൾസും ഒരേ കോണാണ്, ഒ എന്ന ഒരേ കോണാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിളിലെയും 2 ആംഗിൾസ് അഥവാ 2 കോണുകൾ എന്താണ്? തുല്യമാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഒ ബി സി ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഒ സി എ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ഒ ബി സിയും ട്രയാങ്കിൾ ഒ സി എയും കോൺഗ്രുവന്റ് ആണെങ്കിൽ നമുക്ക് ഇവയെ റേഷ്യോ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് റേഷ്യോ ആയിട്ട് എഴുതുക? അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിൽ നിന്ന് ഒ സി എടുക്കുകയാണ്. ഓക്കെ, ഒ സി. അപ്പൊ ഈ ട്രയാങ്കിളിൽ നിന്നും ആ ഒ സിയുടെ സ്ഥാനത്തുള്ള ടേംസുകൾ ഒ എ, അപ്പൊ ഒ സിയുടെ അടിയിൽ ഒ എ ഈക്വൽ ടു, ഇനി നമുക്ക് ബി സി എടുക്കാം. ബി സിക്ക് പകരമായിട്ട് ഇവിടെ ഏതാ? സി എ. ഈ രീതിക്ക് നമുക്ക് റേഷ്യോ രൂപത്തിലാക്കിയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ ആക്കിയിട്ട് എഴുതിയിട്ട് വേണം നമുക്ക് ഒ എ ഇൻറ്റു ഒ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന ഫോർമുലയിലേക്ക്
എത്താൻ വേണ്ടിയിട്ട് ഒ എ ഇൻറ്റു ഒ ബി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന ഫോർമാറ്റിലേക്ക് നമുക്ക് എത്തണം. അപ്പൊ നമ്മുടെ റേഷ്യോയിൽ ഒ എ ഒ ബി എന്നിവ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞാൻ ആദ്യം ഇവിടുന്ന് ഒ ബി എടുക്കുന്നു. ഒ ബി ഹരിക്കണം, ഒ ബിക്ക് പകരമായിട്ട് ഇവിടെ എന്താ ഉള്ളത്, ഒ സി ഈക്വൽ ടു. അപ്പൊ ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഒ എ ആണ്. അപ്പൊ ഒ എക്ക് പകരമായിട്ട് ഇവിടെ ഉള്ളത് ഏതാണ്, ഒ സി. അപ്പൊ ഒ സി ബൈ, അപ്പൊ ഇവിടെ നമുക്ക് ഒ എ എന്ന് എഴുതാൻ പറ്റും. റേഷ്യോ എങ്ങനെയാണ് എഴുതിയെന്ന് മനസ്സിലായില്ലേ? ഒ ബി ഇവിടുത്തെ എടുത്തപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒ സി എന്ന് എടുത്തു. ഒ എ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ അതിന് പകരമായിട്ട് ഒ സി നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, ആദ്യത്തെ റേഷ്യോ, അതായത് മുകളിൽ നമ്മൾ ട്രയാങ്കിൾ ഒ ബി സിയുടെ റേഷ്യോസും അടിയിൽ നമ്മൾ ട്രയാങ്കിൾ ഒ സി എയുടെ റേഷ്യോസുമാണ് എഴുതുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഒ ബി ഇൻറ്റു ഒ എ ഈക്വൽ ടു ഒ സി ഇൻറ്റു ഒ സി. ഇനി ഇവിടെ നമ്മളുടെ ഇക്വേഷൻ പ്രകാരം അഥവാ പ്രൂഫ് പ്രകാരം ഒ എ ഇൻറ്റു ഒ ബി എന്ന് മാറ്റി എഴുതുന്നു. ഇനി ഒ സി എന്താണ് ഇവിടെ, ഒ സി എന്നത് റേഡിയസ് ആണ്. അപ്പൊ ആർ ഇൻറ്റു ആർ. ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ എങ്ങനെ എഴുതാം, ഒ എ ഇൻറ്റു ഒ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ആർ എത്രയാ, ആർ സ്ക്വയർ. ഹെൻസ് പ്രൂവ്ഡ്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. If angle ABC equal to 40 degree and angle BAC equal to 80 degree, calculate the angle measures of triangle APC. ചിത്രത്തിൽ ത്രികോണം ABC യുടെ ബാഹ്യവൃത്തത്തിന്റെ കേന്ദ്രമാണ് P. കോൺ ABC 40 ഡിഗ്രി, കോൺ BAC 80 ഡിഗ്രി ആയാൽ ത്രികോണം APC യുടെ കോൺ അളവുകൾ കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു സർക്കിൾ ആണ് തന്നിട്ടുള്ളത്. ഈ സർക്കിളിലേക്ക് 3 ടാൻജൻസ് അഥവാ തൊടുവരകൾ വന്നിട്ടുണ്ട്. BA, BC, AC എന്നിങ്ങനെ 3 തൊടുവരകളാണ് വന്നിട്ടുള്ളത്. P എന്നത് ഈ വൃത്തത്തിന്റെ സെന്റർ അഥവാ കേന്ദ്രമാണ്. ആദ്യം തന്നെ നമുക്ക് ABC എന്ന ട്രയാങ്കിൾ നോക്കാം. അതിൽ ആംഗിൾ A 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ B 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ C എത്രയായിരിക്കും? നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ 180ൽ നിന്നും 80 പോയാൽ എത്രയാണ്, 100. 100ൽ നിന്നും 40 പോയി കഴിഞ്ഞാൽ 60 ഡിഗ്രി. അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ സി എത്രയായിരിക്കും, 60 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഇനി നമ്മളിവിടെ ഈ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് ഒരു തിയറം ഉപയോഗിച്ചാണ്. അതായത് ഒരു സർക്കിൾ, ഈ സർക്കിളിലേക്ക് 2 ടാൻജൻസ്, അതായത് ഒരു പോയിന്റിൽ നിന്നും എ എന്നൊരു പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഔട്ട്സൈഡ് ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വൃത്തത്തിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ എ എന്ന പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ടാൻജൻസ് കറക്റ്റ് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ടാൻജൻസ് വൃത്തത്തിൽ തട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഒരു പോയിന്റ് ഇടാം, ഒരു പേരെഴുതാം, Q R S. ഇനി ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, എ എന്നൊരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വന്നിട്ടുള്ള 2 ടാൻജൻസ് ആണ് AQAR. അതായത് AQAR എന്നിവയുടെ നീളം തുല്യമായിരിക്കും. P എന്ന സർക്കിളിന്റെ സെന്ററിൽ നിന്നും അഥവാ വൃത്ത കേന്ദ്രത്തിൽ നിന്നും എ എന്ന പോയിന്റിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് AP. അതായത് AQAR എന്ന ടാൻജൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ അഥവാ ഈക്വൽ ആയിട്ട് മുറിക്കുന്ന ഒരു ലൈനാണ് AP. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു സെമി സർക്കിൾ ആണ് ഇത്. അതിലെ 80 ഡിഗ്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി 180ൽ നിന്ന് എത്രയാണ് ഇവിടെ വരിക, 180 ആംഗിൾ, നമുക്ക് എന്താ പറയാം, ആംഗിൾ QAB. അതായത് QAB എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിന്റെ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഓക്കെ, അതിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എന്താണ്, ആംഗിൾ RAB നമുക്ക് തന്നിട്ടുണ്ട് 80 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്താ പറയാം, അപ്പൊ ഈ ആംഗിൾ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും, 180ൽ നിന്നും 80 പോയി കഴിഞ്ഞാൽ
ആംഗിൾ QAR, അതായത് രണ്ട് ടാൻജന്റിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ 180 നിന്നും 80 കുറച്ചതാണ്, അതായത് 100 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ ഈ തിയറത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ രണ്ട് ടാൻജൻസിന്റെയും കറക്റ്റ് നടുവിലായിട്ട് ഒരു ലൈൻ കൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും. അപ്പൊ ഇത് മുഴുവനായിട്ട് 100 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ പകുതി എത്രയായിരിക്കും? 50 ഡിഗ്രി, 50 ഡിഗ്രി എന്നിങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ PAR എന്നത് എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ APCയിലെ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 50 ഡിഗ്രി. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ട്രയാങ്കിൾ APCയിലെ ആംഗിൾ C കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ്? ആദ്യം തന്നെ SCB, ആംഗിൾ SCB എത്രയാണ് വരുന്നത്? SCB എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഈ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി വരും. അതിൽ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ RCB നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എത്ര വരും? അതായത് ആംഗിൾ RCS എന്ത് വരും? 180 ഡിഗ്രിയിൽ നിന്നും 60 കുറച്ചത്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതായത് ഈ മുഴുവൻ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഈ തിയറമാണ് ഉപയോഗിക്കുന്നത്. സി എന്ന പോയിന്റിൽ നിന്നും CS എന്ന രണ്ട് ടാൻജൻസ് വന്നിട്ടുണ്ട്. അതിന്റെ സെന്ററിലേക്ക് PC എന്ന സ്ട്രെയിറ്റ് ലൈന് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആംഗിളും തുല്യമായിരിക്കും. ഈ മുഴുവൻ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ പകുതി ആവുമ്പോൾ എത്ര വരും? ഈ ആംഗിൾ 60 ഡിഗ്രി. അതുപോലെ തന്നെ ഈ ആംഗിളും 60 ഡിഗ്രി. അതായത് ആംഗിൾ PCR എന്ന് പറയുന്നത് 60 ഡിഗ്രി ആവും. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ APCയുടെ രണ്ട് ആംഗിൾസ് അഥവാ കോണുകൾ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഈ ഒരു തിയറം ഉപയോഗിച്ചാണ്. സം ഓഫ് 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി ആണ്. അപ്പോൾ ട്രയാങ്കിൾ APCയിലെ രണ്ട് ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്നും 50 കുറച്ച് 180 ഡിഗ്രിയിൽ നിന്നും വീണ്ടും 60 കുറച്ചാൽ എത്ര വരും? 70 ഡിഗ്രി. അതായത് Pന്റെ കോൺ എത്രയാണ്? 70 ഡിഗ്രിയാണ്. അപ്പൊ ട്രയാങ്കിൾ APCയുടെ മൂന്ന് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ A എന്നത് 50 ഡിഗ്രിയാണ്, ആംഗിൾ C എന്നത് 60 ഡിഗ്രിയാണ്, ആംഗിൾ P എന്നത് 70 ഡിഗ്രിയാണ്. നാലാമത്തെ ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് ഓഫ് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി ആൻഡ് ഇൻസർക്കിൾ റേഡിയസ് ഓഫ് 3 സെന്റിമീറ്റർ. കോണളവുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രിയും അന്തർവൃത്ത ആരം 3 സെന്റിമീറ്ററുമായ ത്രികോണം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഈ ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകൾ ഏതൊക്കെയാണ്? 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്നിങ്ങനെയാണ്. ഇനി ഇതിന്റെ ഉള്ളിലായിട്ടൊരു 3 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരത്തിലുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം വരയ്ക്കാം. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ അഥവാ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ്. ഇനി ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ സൈഡിന്റെ ലെങ്ത് നമുക്ക് തരാത്തത് കൊണ്ട് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് എടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വരയ്ക്കുന്നത് 3 സെന്റിമീറ്റർ റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ സർക്കിളും ടാൻജൻസും ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് ഓരോ ലൈൻസ് വീതം വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസുകൾ എത്രയായിരിക്കും? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇത്. സർക്കിളിന്റെ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകളാണ് ഇവ. ഓക്കെ, ഈ തൊടുവരകൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നാണ് ഈ കേന്ദ്ര കോൺ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടാൻജൻസ് കൂട്ടിമുട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് x ഡിഗ്രി. അതായത് 180 നിന്നും സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ കുറച്ചതായിരിക്കും. ഇവിടെ ഈ ഒരു ലൈൻ നോക്കുക. ഇതെന്താണ്? രണ്ട് സർക്കിളിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ്. ആ ടാൻജൻസ് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് x ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് x ഡിഗ്രി ആയിരിക്കും.
അപ്പൊ ഇവിടെ 180 മൈനസ് എക്സ് ഡിഗ്രി 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഡിഗ്രി എത്രയാണ്? 180 നിന്നും 60 കുറച്ചാൽ 120 ഡിഗ്രി. അതായത് കേന്ദ്രകോൺ, ഈ ടാൻജന്റിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇനി അതുപോലെ തന്നെ ഈ ആംഗിൾ അപ്പൊ എത്ര വരും? 180 നിന്നും 50 കുറച്ചത് അതെത്രയാണ്? 130 ഡിഗ്രിയാണ്. ഇനി ഈ ആംഗിൾ 180 നിന്നും 70 കുറച്ചത് എത്രയാണ്? 110 ഡിഗ്രി. അപ്പോ ഇത് എത്ര? ടോട്ടൽ 360 ഡിഗ്രി വരും. 130 പ്ലസ് 120 പ്ലസ് 110 എന്ത് വരും? 360 ഡിഗ്രി വരും. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ട്രയാങ്കിളും അതിന്റെ ഇൻസർക്കിളും വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 സെന്റിമീറ്റർ ആരമുള്ള അഥവാ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൽ പ്രൊട്രാക്ടർ വെച്ച് 130 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തണം. അതിനുശേഷം അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ആംഗിൾ 130 ഡിഗ്രി. ഇനി ഈ സ്ട്രെയിറ്റ് ലൈനിൽ 120 ഡിഗ്രി പ്രൊട്രാക്ടറിൽ അടയാളപ്പെടുത്തി മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടാൻജൻസ് വരയ്ക്കാം. സ്കെയിൽ ഉപയോഗിച്ച്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇപ്പൊ ഇതിലൂടെ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനും ഈ ആംഗിൾസും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻസ് ഈ 3 പോയിന്റിലൂടെയും വരയ്ക്കണം. അങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈൻസ് കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി എന്നീ കോണുകളിലായിരിക്കും. ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടുക. ഈ പോയിന്റിന് എ, ബി, സി എന്ന് പേരിടാം. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മുടെ ട്രയാങ്കിൾ. എ എന്ന ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും, ബി എന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, സി എന്ന ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഉള്ളിലായിട്ട് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഇൻസർക്കിളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2018 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്